നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഹലോ ഫ്രണ്ട്സ്, അപ്പം ഋതു സൗസിൻ്റെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വാഗതം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ആരും വന്നിട്ടില്ല ഗൈസ്. എല്ലാവർക്കും സ്വാഗതം പറയാൻ മടിയാണ്. എനിക്ക് പിന്നെ മടിയൊന്നും ഇല്ലാത്തൊരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ അവർ ലൈഫാണ്. അതായത് നമ്മുടെ മാമിൻ്റെ വീട്ടിൽ ഒരു ഡേ ഇൻ അവർ ലൈഫ്. മാസത്തിലൊരിക്കലൊക്കെ അപ്പൂസും വിധിയും വരുമ്പോഴത്തേക്കിന് നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. പെട്ടെന്നല്ല, നമുക്ക് അങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു വീടാണ് ഞങ്ങളുടെ ഈ മാമൻ്റെ വീട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് എല്ലാ വർഷവും ഡിസംബറിൽ അച്ചൻകോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ സ്വന്തം നാടാണ്. അവിടെ എല്ലാ വർഷവും ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഉത്സവമുണ്ട്. നമ്മുടെ കൊടിയേറി, അമ്പലത്തിൽ കൊടിയേറി ഉത്സവമാണുള്ളത്. അപ്പോൾ ഈ ഒരു സീസൺ മണ്ഡലകാല ആരംഭത്തിലാണുള്ളത്. അപ്പം കൊടിയേറിയിട്ടുണ്ട്, തിരുവാഭരണം വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം പിള്ളേരുടെ കെട്ടുമുറുകാണ്. അപ്പം ഇളയ മാമനും അവർ 2 പിള്ളേർ, പിന്നെ മൂത്ത മാമൻ്റെ പിള്ളേർ, പിന്നെ അമ്മൂമ്മ എല്ലാവരുമായിട്ടൊക്കെ അപ്പം കെട്ടുമുറുക്കി ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പം കെട്ടുമുറുക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് കൂടാനും, പിന്നെ ഈ ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു 5-6 ദിവസം ഇവിടെയൊക്കെ വന്നിങ്ങനെ നിൽക്കും. അതൊക്കെ നല്ലൊരു വൈബാണ്. അപ്പം അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗും നമ്മൾ കെട്ടുമുറുക്കിൻ്റെ നമുക്ക് ഫോണിപ്പം അമ്പലത്തിനകത്ത് അലോഡല്ല. അപ്പം നമ്മൾ മാക്സിമം ഞാൻ ആ കെട്ടുമുറുക്കിനൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. നമ്മളെല്ലാവരും കറുപ്പൻകോവിൽ വന്നിട്ടുണ്ട്. കറുപ്പൻകോവിൽ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു അമ്പലമാണ് കേട്ടോ. അത് അമ്മയൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ കെട്ടുമുറുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കന്യാസ്വാമിയാണ് കേട്ടോ, ഇത് നമ്മുടെ മൂത്ത മാമൻ്റെ മോനാണ്. കെട്ടുമുറുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിപ്പം ഇളയ മാമനാണേത്, ഇളയ മാമനും കൂടെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ദക്ഷിണ എല്ലാം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ പ്രദക്ഷിണം വെച്ച് തൊഴുതിട്ട് നമ്മൾ നേരെ അയ്യപ്പൻ്റെ അടുത്ത് പോകും. അയ്യപ്പൻ്റെ അടുത്ത് നിന്ന് തൊഴുതിട്ട് ഒരു ജീപ്പിലാണ് അവർ പോകാൻ പോകുന്നത് ശബരിമലയ്ക്ക്. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന്, ഇപ്പോൾ ഒരു 7 മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എത്തും. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ 7 മണിയാണ് കേട്ടോ സമയം. കണ്ടു എന്ത് മഞ്ഞാന്ന് നോക്കിയാൽ. ആക്ച്വലി എല്ലാ വർഷവും ഡിസംബറിൽ ഇതേ അവസ്ഥയാണ് കേട്ടോ, ഭയങ്കര മഞ്ഞാണ് ഇവിടെ. അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു 7 മണി ടൈമിൽ അലാറമൊക്കെ വെച്ച് ഞാൻ എണീറ്റിരിക്കുന്നുണ്ട് കേട്ടോ. ഒരാളിരിക്കുന്നുണ്ടോ? ഇതെന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അവൻ എല്ലാ ദിവസവും ഈ ഒരു 6:30-7 മണി ടൈമിൽ അരിയും ഗോതമ്പും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അതിനകത്ത് ആ പാത്രത്തിൽ. അതെല്ലാം കൂടി ഇട്ട് എല്ലാവർക്കും കൊടുക്കും. മാമൻ പറയുന്നതൊക്കെ ഒരു 10-15 മൈലെങ്കിലും അത് കഴിക്കാനായിട്ട് വരും. അപ്പോൾ ഇപ്പം മാമൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരും. ഇതിപ്പോൾ എന്നും ഉള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ടൈമിങ് അവർക്കും അറിയാം. ഒരു ടൈമിൽ തന്നെ എല്ലാവരും വരും. പിന്നെ ഫസ്റ്റ് വരുന്നവർക്കാണ് കേട്ടോ പ്രയോറിറ്റി. കാരണം അതിനകത്ത് ഗോതമ്പുണ്ട്. അപ്പോൾ ഗോതമ്പ്, അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോതമ്പാണ്. അപ്പോൾ ആദ്യമേ വരുന്നവർ കണ്ടോ ഗോതമ്പ് കൊത്തി ഫുള്ളങ്ങ് തീർത്തേക്കും. ഞാൻ ആക്ച്വലി ഇവർ വരുന്നിടം വരെ നോക്കിയിരുന്നു. ഞാൻ ഫോൺ മാറ്റിയപ്പോൾ അവർ വന്നു. അമ്മ ഇവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, പൊതിച്ചു മൂടി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുകയാണ് ഞങ്ങളങ്ങനെ. അടുത്ത ഓരോരുത്തരായിട്ടൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഞാനിത് നോക്കിയിരിക്കുമ്പോൾ ഫ്രെയിമും എടുത്ത് വെച്ച് നോക്കിയിരിക്കുമ്പോൾ ആരും വരില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ മാറ്റുമ്പോഴത്തേക്കും എല്ലാവരും വരാണ്ട്. അത് കറക്റ്റ് ടൈമിങ്ങിന് എനിക്ക് കിട്ടിയിട്ടോ. ഒരു കുഞ്ഞു മയിലവിടെ നിന്നിപ്പോണ്ട്. മാമനും മമ്മിയും പറയുന്ന കേട്ടോ, ഇതിപ്പോൾ മയിലിൻ്റെ പീലി പൊഴിയുന്ന ഒരു സീസണാണ്. അതുകൊണ്ടാണ് പീലി ഇവിടെ അടുത്ത് നിൽക്കുന്ന മയിലിനൊന്നും അധികം പീലിയില്ല, ഒന്നുമില്ല ആക്ച്വലി. പക്ഷെ ഞാൻ കണ്ടു, ഒരെണ്ണത്തിന് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ. അതെവിടെ പോയോ എന്തോ. അത് ഞാൻ ഇന്നലെ കണ്ടതാണ്. അത്യാവശ്യം നല്ല പീലി ഉണ്ടായിരുന്നു, തിക്കായിട്ടുണ്ടായിരുന്നു. ഈ കാഴ്ചയെല്ലാം കണ്ടിട്ട് മേളിലൊരാൾ നിൽക്കുന്നുണ്ടോ? വേറൊരാൾ. ഡേ ഇങ്ങോട്ട്. ഓ സീനാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മുറ്റത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ആ ഭാഗത്ത് നോക്കി നല്ല വെയിൽ. ആ ഒരു മലയിൽ നല്ല വെയിലുണ്ട്. അതേ സമയം ഇപ്പുറത്ത് അത് രാവിലെ കണ്ട അതേ മഞ്ഞ ഇതുപോലെ തന്നെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. ഞാനും അപ്പൂസും കുഞ്ചുവും കൂക്കും കൂടെ പോകുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോകണം.
ഇതെന്താണെന്ന് വെച്ചാൽ കോന്നി എന്നൊരു ദേവീക്ഷേത്രത്തിൽ നിന്ന് വരുന്ന തങ്ക അന്നക്കൊടിയാണ്. നമ്മുടെ തിരുവാഭരണം വരുമ്പോൾ 7ാമത്തെ ഉത്സവത്തിന് വരുന്നതാണ് കേട്ടോ ഈ സംഭവം. തിരുവാഭരണം പറഞ്ഞാൽ നമുക്ക് അത്രയും തിക്കിനും തിരക്കിലും ഒക്കെ ഇടയിൽ നിന്ന് കണ്ട് തിരുവാഭരണം കൊണ്ട് ചാർത്തിയതിന് ശേഷം ഭഗവാനെ കണ്ട് തൊഴാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര തിരക്കായിരിക്കും. അതേസമയം ഇതെന്ന് പറയുന്നത് 7ാം ഉത്സവത്തിൻ്റെ അന്ന് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ വന്ന് പിറ്റേ ദിവസം എല്ലാ കരയിലും ഇവരിങ്ങനെ എഴുന്നള്ളിക്കും കേട്ടോ. അപ്പം നമ്മുടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് കുറച്ച് നേരം നമ്മുടെ സ്ഥലത്ത് കൊണ്ട് വെക്കുകയും ചെയ്യും. നമുക്ക് നന്നായിട്ട് കണ്ണ് നിറഞ്ഞ് നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമുക്ക് തൊഴാനും പറ്റും. ഇതിനിടയിൽ നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവർക്ക് നമ്മൾ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ ചെറിയ എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കുടിക്കാൻ എന്തെങ്കിലുമോ അതൊക്കെ നമ്മൾ കൊടുക്കുന്നതുമാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് നേരം അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ പോവുകയാണ്. ഇത് നമ്മൾ മെയിൻ റോഡ് വഴിയല്ല കേട്ടോ പോകുന്നത്, നമ്മളൊരു കുറുക്ക് വഴിയാണ് പോകുന്നത്. പോയപ്പോൾ ഒരാളെ കണ്ടു കേട്ടോ. എന്നാലും അമ്പലത്തിൽ വെച്ച് കണ്ട ആളാണ്. അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. നമ്മൾ കുറേ നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. ഒരു കുഴപ്പമില്ല, പുള്ളി ഇങ്ങനെ നല്ല സ്റ്റഡി ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. അവിടെ പരിസരത്തൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് അമ്പലത്തിൽ വന്നപ്പോൾ നല്ലിങ്ങനെ വിജനമായി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തൊഴാൻ കയറിയപ്പോഴത്തേക്കിനും നല്ല ക്യൂ ആയിരുന്നു. നമ്മുടെ സ്വന്തം അമ്പലത്തിൽ തന്നെ ക്യൂ നിന്ന് തൊഴേണ്ട ഒരു അവസ്ഥ അത് ഈ ഒരു സീസണിലാണ് കേട്ടോ. അവിടെ കൂടുതലും സ്വാമിമാരാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. മണിയണ്ടെണ്ണ, എന്താണ് നമ്മൾ ഈ അച്ചൻകോവിൽ ഉത്സവത്തിൻ്റെ ഒരു ഐതിഹ്യം, ഒരു കഥ ആയിട്ട് എന്താണ് പറയുന്നത്? എന്ന് പറയുന്നത് പൂർണ്ണ പുഷ്കല സമേതനായി വാഴുന്ന അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താവാണ്. ഇവിടെ കൽപ്പാത്തി ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന രഥോത്സവം, അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ മാത്രമേ രഥോത്സവം 2ാം ഇതിലുള്ളത്. ഉഗ്രസർപ്പ വിഷ്ണുസംഹാരിയായ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താവാണ്. ശാസ്താവിൻ്റെ ഇഷ്ട വഴിപാടായ നീരാഞ്ജന വഴിപാടാണ്. ശനീശ്വരനാണ്. ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയെയും ഒറ്റ നീരാഞ്ജനം കൊണ്ട് ഭസ്മമാക്കുന്ന ശനീശ്വരനായ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താവാണ്. 10 ദിവസത്തെ തിരു ഉത്സവമാണ്. ഇതിനകത്ത് 7ാം തിരു ഉത്സവമായ കോന്നി പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും എത്തിച്ചേരുന്ന തങ്ക അന്നക്കൊടിക്ക് സ്വീകരണമുണ്ട്. 1ാം തിരു ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചികം 1 വൃശ്ചികം 1 തുടങ്ങി വൃശ്ചികം 30-ാം തീയതി തിരുവാഭരണം വന്ന് വിവിധ കരക്കാരുടെ വളരെ നാളത്തെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൃശ്ചികം 30-ന് തിരുവാഭരണം വന്ന് ധനു 1-ന് കൊടിയേറി ധനു 10-ന് തിരു ഉത്സവം അവസാനിക്കും. താങ്ക് യു മണി. ഇത് നമ്മുടെ അച്ചൻകോവിലുള്ള നമ്മുടെ കിഴക്കേക്കരയിലുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയെടുത്ത് വാക്കുകൾ തമ്മിൽ നന്ദി. മണികണ്ഠൻ്റെ പ്രഭാഷണം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉത്സവക്കട കയറിയേക്കാണ്. ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ ഒരു മാല വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണേ. ഒത്തിരി കീ ചെയിൻസും കാര്യങ്ങളൊക്കെ കണ്ട്. ഇത് കണ്ടോ, നല്ല ഒത്തിരി കീ ചെയിൻസ് ഉണ്ടായിരുന്നു. അപ്പൂസിനോട് ഞാനിത് വാങ്ങിക്കാൻ പറഞ്ഞു. അവൻ സമ്മതിച്ചില്ല വാങ്ങിക്കാനായിട്ട്. പിന്നെ അവർ രണ്ട് സെയിം ആയിട്ടിരിക്കുന്ന മോതിരം വാങ്ങി. പിന്നെ നമ്മൾ കമ്മലിൻ്റെ കടയിൽ കയറി. ഇതിപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ, വളയും മാല എല്ലാം ഉള്ള കടയാണ്. കമ്മൽ മാത്രമായിട്ട് അടുക്കി ഇങ്ങനെ ഇട്ടിങ്ങനെ എന്ത് ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്നത് പറ്റിയില്ല, ടൈം കിട്ടിയില്ല. പിന്നെ അധികം നേരമൊന്നും അവിടെ നിന്നില്ലായിരുന്നു, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പോയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇനി ആറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ വേണ്ട ഫിഷ് പായൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചിലവില്ലാണ്ട് ഞാൻ ചെയ്യുകയാണ്. ഇക്കളയാവുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മീനിനെ കിട്ടാൻ വേണ്ടിയിട്ട് തോർത്തുമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മുടെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ ഉത്സവം എന്ന് പറയുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ 9ാമത്തെ ഉത്സവമാണ്. അതായത് 7ാമത്തെ ഉത്സവം അന്നക്കൊടിയൊക്കെ വന്ന് ഇത് 9ാമത്തെ ഉത്സവം. അതായത് നമുക്ക് അഭിമാനപൂർവ്വം നമുക്ക് പറയാം, കേരളത്തിൽ പാലക്കാട് ജില്ല കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ സ്വന്തം നാടായ അച്ചൻകോവിലാണ് രഥോത്സവം ആഘോഷിക്കുന്നത്. അതായത് ഇത് കണ്ട്, ഇത് അന്നക്കൊടിയാണ്. നമ്മുടെ എല്ലാ കരയിലും വരുന്നതെന്ന് പറഞ്ഞ അന്നക്കൊടി 7ാം ഉത്സവത്തിൻ്റെ അന്ന് വരുന്നതാണിത്. ഇന്ന് 9ാം ഉത്സവം. ഇന്ന് അയ്യപ്പൻ്റെ തേരും വലിച്ചുകൊണ്ട് ഇത് ഫുള്ള് ഇത് കണ്ടോ, തേരുണ്ട്, ഇതും വലിച്ചുകൊണ്ട്. ഇത് ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്. ഇത് ഞാൻ പോയില്ല കേട്ടോ, അത് അപ്പൂസും അമ്മയും കൂടെ മാത്രമേ പോയുള്ളൂ. ഞാൻ ഭയങ്കര ക്രൗഡായതുകൊണ്ട് ഞാനും കുഞ്ചൊന്നും പോയില്ല. ഇത് നമ്മുടെ
കരയിൽ വന്ന് അന്നക്കൂടിയാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ അന്നക്കൂടി അകമ്പടി സേവിച്ചുകൊണ്ട് നമ്മുടെ ഭഗവാൻ തൊട്ട് പുറകെ നമ്മുടെ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. ഇത് കറുപ്പൻതുള്ളൽ എന്ന് പറയും. സോ ഇതാണ് 9ാം ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് 10ാം ഉത്സവത്തിൻ്റെ അന്ന് കൊടിയിറങ്ങി നമ്മുടെ ഉത്സവം അവസാനിക്കുന്നതാണ്. സോ നമ്മൾ ഉത്സവം അവസാനിക്കുന്നതിന് മുന്നേ നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മൾ കുറേ ദിവസം ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ മഞ്ഞ ബോർഡ് കണ്ടു, ഇതാണ് ആ വേറൊരു പേടിപ്പെടുത്തുന്നൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ അച്ചൻകോവിൽ റൂട്ട് കയറുമ്പോൾ നമ്മുടെ അച്ചൻകോവിൽ എത്തുന്നിടം വരെ നമുക്ക് ഈ ബോർഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അപ്പുറത്തെ സൈഡാണെങ്കിലും ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ആറ്റിൻ്റെ ആ ഒരു ഭാഗത്താണെങ്കിലും എവിടെ വേണേലും സംഭവം വന്ന് നിൽക്കാം. കാട്ടാനാണ്. അപ്പോൾ റോക്കി വെറുതെ കിടന്ന് ഷോ ഇറക്കാണ്. ആ ആളുകളെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കണം. അവർ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്നോളും. ഇത് കണ്ടോ, ഇത് പിന്നെ നമ്മൾ മണ്ഡലകാലം തുടങ്ങുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഇടവഴികളിൽ, അതായത് അവർക്ക് സ്വാമിമാർ അയ്യപ്പന്മാരൊക്കെ നടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് നേരം വിശ്രമിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെഡ് കിട്ടിയിരിക്കുന്നത്. അത് ചെറിയ ചെറിയ അമ്പലങ്ങളും കൂടാണ് കേട്ടോ. അതൊക്കെ വെറുതെ അല്ല, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അച്ചൻകോവിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു 3-4 ക്ഷേത്രമുണ്ട്. അതിൽ അച്ചൻകോവിൽ കഴിഞ്ഞാൽ പിന്നുള്ളൊരു സ്ഥലമാണ് കോടമല എന്ന് പറയുന്നത്. കോടമല അപ്പൂപ്പനാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് പായസം വെപ്പും മുറുക്കാൻ വെപ്പുമാണ്. അപ്പം അവിടെ ഒരു ഊരാളി ഉണ്ടായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാം. അങ്ങനെ ആ സ്പോട്ടും കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു കുറേ ആൾക്കാർ അക്കരെയൊക്കെ മലയിലൊക്കെയാണ് ആനേനെ കണ്ടിട്ടുള്ളത്. കാരണം അതുങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. നമുക്ക് ആനയെ കണ്ടില്ല, നമ്മൾ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ കാട്ടുപോത്തിനെ നമുക്കൊന്ന് നേരിട്ട് ഓപ്പോസിറ്റ് കാണാൻ പറ്റും. നോക്കട്ടെ, കണ്ടല്ലോ ഗൈസ്, അത് കാട്ടുപോത്തല്ല, അത് നാട്ടുപോത്താണ് ഗൈസ്. അതും കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് ഒരു വണ്ടി പഞ്ചറായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എൻ്റെ അടുത്ത ബോർഡ് പേടിപ്പിക്കാനായിട്ട് അമ്മ ഓരോ ബോർഡും കാണുമ്പോൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. പിന്നെ ആണോ ഫോൺ കാണിച്ചപ്പോഴത്തേക്കിനും അമ്മ ആ ഒരു എൻജോയ് ചെയ്ത് വൈബായിട്ട് എൻജോയ് ചെയ്ത് വരികയാണ് കേട്ടോ. കണ്ടോ, അതിന് അമ്മയ്ക്ക് ഞങ്ങൾ കാണിച്ചൊരു ഉത്തമ ഉദാഹരണങ്ങൾ. നടന്നു പോവുകയാണ് അവർ. എന്ത് വിശ്വാസത്തിലാണ് അവർ നടന്നു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. 2-3 പേരേ ഉള്ളൂ. ചിലയിടത്ത് വെച്ച് ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഒരാൾ മാത്രമേ ചുമ്മാ ഈ കാട്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അയ്യപ്പ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ആളുകൾ കാണും. അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് കാറിൽ ഏത് രാത്രിയെന്നോ പകലൊന്നും ഇല്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അതേസമയം അല്ലാത്തൊരു സമയമൊക്കെ ആണെങ്കിൽ ഒരു വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞ് ബസ് അല്ലാണ്ട് വേറെ ഏത് വണ്ടിയാണെങ്കിലും നമുക്കൊന്ന് പേടിച്ച് വേണം പോകാനായിട്ട്. സോ നമ്മൾ മുള്ളുമല എന്ന് പറയുന്നൊരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഇത് വേറൊരു സ്പോട്ടാണ് കേട്ടോ. അച്ചൻകോവിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നല്ലൊരു കാഴ്ചയാണ് ഇതിലെ കൂടെ ഒക്കെ കാണാൻ പറ്റുന്നത്. നല്ലത് ഫുള്ള് പ്ലാന്റേഷനാണ്. അതിനിടയിൽ നമ്മൾ ആ ഒരു സൺസെറ്റ് സമയത്തും കൂടാണ് നമ്മൾ പോയതുകൊണ്ട് നമുക്കിവിടെയൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് നമ്മൾ അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതും. പക്ഷെ ഇതൊന്നും നമ്മൾ നടന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കിച്ചനാണ്. റോഡ് വന്നത്തെ കാര്യം തന്നെ നാരോ റോഡാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, അപ്പോൾ നമുക്ക് റോക്കിച്ചിനെ ഇറക്കി നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പൊന്നും പോസിബിളല്ല. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത വട്ടം വരും. എന്തായാലും നമ്മൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എപ്പോഴും വരുന്നതാണല്ലോ. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയുണ്ട്. കാരണം നമ്മൾ ഒത്തിരി നാളായി വന്നിട്ട്. ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒത്തിരി നാളല്ല, എന്നാലും ഉത്സവത്തിന് വന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിട്ട് നമുക്ക് രാത്രിത്തേക്ക് അത്താഴം ഉണ്ടാക്കണം, നമ്മുടെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരണം, നമുക്കിപ്പോൾ ഒത്തിരി പണിയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഈ വീഡിയോ ഒന്ന് സൈനിങ് ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.